പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ചാനൽ വഴി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങളെ അറിയിച്ചതുപോലെ LBS BSc Nursing ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ വന്നു. കൂടാതെ ചാനൽ വീഡിയോ വഴി പറഞ്ഞതുപോലെ തന്നെ നാളെ 7/6/2023 തന്നെയാണ് ആപ്ലിക്കേഷൻ ആരംഭിക്കുക. ആപ്ലിക്കേഷൻ ആരംഭിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും സ്വന്തമായി അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന ലൈവ് ട്യൂട്ടോറിയൽ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്ലൈ ചെയ്യുന്നവർക്ക് 30/6/2023 വരെ ഫീ പേയ്മെന്റ് നടത്താവുന്നതാണ്. ഫീ പേയ്മെന്റ് നടത്തിയവർക്ക് ആപ്ലിക്കേഷന്റെ ഫൈനൽ സബ്മിഷൻ നടത്താനുള്ള സമയം 3/7/2023 വരെയുണ്ട്. വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള പുതിയ LBSന്റെ ഒരു വെബ്സൈറ്റ് പേജാണിത്. ഈ ഒരു പേജിലേക്കുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഗവൺമെന്റ് കോളേജുകളിലുള്ള പൂർണ്ണമായിട്ടുള്ള സീറ്റുകളിലേക്കും അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലുള്ള 50% സീറ്റുകളിലേക്കുമാണ് ഇതുവഴി അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുക. ആപ്ലിക്കേഷൻ നൽകാനായി SC/ST വിഭാഗങ്ങൾക്ക് 400 രൂപയും ബാക്കിയുള്ള എല്ലാവർക്കും 800 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ ഓൺലൈനായിട്ടാണ് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് നടത്തുന്നത് എങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്പോൾ തന്നെ പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി അതല്ല, അപ്ലൈ ചെയ്യുന്നവർക്ക് ചലാൻ മുഖേനയും പേയ്മെൻറ്റ് നടത്താനുള്ള സൗകര്യമുണ്ട്. കേരളത്തിലെ ഫെഡറൽ ബാങ്ക് ശാഖ വഴിയാണ് ഫീ പേയ്മെൻറ്റ് ചലാൻ മുഖേന നടത്താൻ വേണ്ടി സാധിക്കുക. അതിനുവേണ്ടി വെബ്സൈറ്റിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ചലാനുമായിട്ടാണ് നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഫെഡറൽ ബാങ്ക് ശാഖയിലേക്ക് പോകേണ്ടത്. അവിടെ നിന്ന് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് നടത്തിയാൽ അത് എഫക്റ്റിൽ വരാൻ 24 മണിക്കൂറെങ്കിലും സമയമെടുക്കും. അങ്ങനെ എഫക്റ്റിൽ വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. BSc നഴ്സിംഗ് ഉൾപ്പെടെ 10ഓളം പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷനാണിത്. കൂടാതെ ഈ വർഷം 3 പുതിയ കോഴ്സുകൾ കൂടി തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. ഗവൺമെന്റ് കോളേജുകളിലാണ് അത് വരിക. അതിന് അപ്രൂവലും കാര്യങ്ങളും ഒക്കെ ലഭിക്കേണ്ടതുണ്ട്. അപ്ലൈ ചെയ്യുന്ന ഈ ഒരു ഘട്ടത്തിലല്ല അഡ്മിഷന് വേണ്ടി കോളേജുകളിലേക്ക് നിങ്ങൾ ഓപ്ഷൻ നൽകേണ്ടത്. അത് പിന്നീടാണ്. അതിലേക്കായി നിങ്ങളുടെ ഇൻഡെക്സ് അനുസരിച്ച് സ്കോർ അനുസരിച്ച് ആദ്യം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. പിന്നീടാണ് ഓപ്ഷൻ നൽകാൻ അവസരം ലഭിക്കുക. അതിനുശേഷമാണ് അലോട്ട്മെന്റുകൾ ഉണ്ടാവുക. അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് ഗവൺമെന്റ് കോളേജുകളിൽ 20,000 രൂപ മുതൽ 23,000 രൂപ വരെയാണ് ഫീസ് വരുന്നത്. ഒരു വർഷത്തേക്കുള്ള ഫീസാണിത്. എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത് എങ്കിൽ ഒരു വർഷത്തേക്ക് 96,000 മുകളിലുള്ള തുക ട്യൂഷൻ ഫീസും സ്പെഷ്യൽ ഫീസും മാത്രമായി നിങ്ങൾ നൽകേണ്ടി വരും. പക്ഷേ ഗവൺമെന്റ് കോളേജിലും സെൽഫ് ഫിനാൻസ് കോളേജിലും അലോട്ട്മെന്റ് ലഭിക്കുന്ന SC/ST അതുപോലെ OEC, ഹിന്ദു OBCയിൽ വരുന്ന 30ഓളം ജാതീയ വിഭാഗങ്ങൾ, അതുപോലെ തന്നെ ഫിഷർമാൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കൾ, ഇവർക്കെല്ലാം 1000 രൂപ മാത്രമാണ് ഫീസ് നൽകേണ്ടി വരുന്നത്. റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിലേക്കുള്ള ഇൻഡെക്സിലേക്ക് നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് സെക്കൻഡ് ഇയറിൽ ലഭിച്ച സ്കോർ മാത്രമാണ് പരിഗണിക്കുക. കേരള +2 പഠിച്ച അതുപോലെ VHSE പഠിച്ച വിദ്യാർത്ഥികളാണ് എങ്കിൽ നിങ്ങൾക്ക് ഓരോ വിഷയത്തിനും 120 സെക്കൻഡ് ഇയറിൽ ഉണ്ടാവുക. അതായത് പ്രാക്ടിക്കലും ഇന്റേണലും ഉൾപ്പെടെ ഓരോ വിഷയത്തിനും 120 ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ ടോട്ടൽ 360 ഓരോ വിഷയത്തിനും വരിക. ഇതിനെ 300ലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതാണ്. മാക്സിമം സ്കോറാണ് 360. അതിനെ 300ലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ലഭിച്ച സ്കോറിനെ 3.2 കൊണ്ട് ഹരിച്ചാൽ മതിയാകുന്നതാണ്. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് NSS, NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങിയവയ്ക്ക് ബോണസ് പോയിന്റ് ഉണ്ടോ എന്നുള്ള കാര്യം. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ക്ലബ്ബുകൾക്കും ബോണസ് പോയിന്റ് ഇതിലേക്ക് നൽകി വരുന്നില്ല. നിലവിൽ ഇതിനൊന്നും ബോണസ് പോയിന്റുകളില്ല. എന്നാൽ NCC വിദ്യാർത്ഥികൾക്ക് കേരളത്തിലാകെ 4 മുതൽ 6 വരെ സീറ്റുകൾ റിസർവ് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് കോളേജുകളിലാണ് ആ സീറ്റുകൾ ഉള്ളത്. അതിലേക്ക് നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം LBS ആപ്ലിക്കേഷൻ നൽകിയ ശേഷം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NCCയിലേക്ക് മറ്റൊരു അപേക്ഷ കൂടി നൽകേണ്ടതുണ്ട്. അതെങ്ങനെ എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട്. ഇനി അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സുകളും ഡീറ്റെയിൽസുകളും പറയാം. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഇമെയിൽ ID വേണം, ഫോൺ നമ്പർ വേണം, അതുപോലെ വിദ്യാർത്ഥിയുടെ ഫോട്ടോ വേണം. ഫോട്ടോയുടെ താഴെയുള്ള ഭാഗത്ത് വിദ്യാർത്ഥിയുടെ പൂർണ്ണമായിട്ടുള്ള പേരും അതുപോലെ തന്നെ ഫോട്ടോ എടുത്ത ഡേറ്റും നൽകേണ്ടതാണ്. 6 മാസത്തിനകം എടുത്ത ഫോട്ടോ ആയിരിക്കണം. കൂടാതെ വിദ്യാർത്ഥിയുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. ഒരു വെള്ള പേപ്പറിൽ നിങ്ങൾ സൈൻ ചെയ്ത ശേഷം അതിൻ്റെ ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ വർഷം +2 ഹാൾ ടിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന നിർദ്ദേശത്തിൽ എവിടെയും നൽകിയതായിട്ട് കാണുന്നില്ല. മുൻ വർഷങ്ങളിലെല്ലാം +2 ഹാൾ ടിക്കറ്റ് നിർബന്ധമായും അപ്ലോഡ് ചെയ്യണമായിരുന്നു. ഇനി അപ്ലോഡ് ചെയ്യേണ്ട മറ്റു ഡോക്യുമെന്റ്സുകൾ SSLC 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ +2 മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിയും അപ്ലോഡ് ചെയ്യണം. ഈ വർഷം +2 പാസ്സായവർ ആണ് എങ്കിൽ ഓൺലൈൻ കോപ്പി അപ്ലോഡ് ചെയ്താൽ മതിയാകുന്നതാണ്. കൂടാതെ കേരളീയൻ ആണ് എന്ന് തെളിയിക്കാൻ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ബർത്ത് പ്ലേസ് ഉണ്ടെങ്കിൽ അത് മതിയാകുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് മതിയാകും. കൂടാതെ ബർത്ത് സർട്ടിഫിക്കറ്റും അതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി റിസർവേഷനുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളാണ്. SC/ST വിഭാഗം വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ തഹസിൽദാർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് നൽകേണ്ടത്. അതിൻ്റെ കാലാവധി 3 വർഷമാണ്. ഇനി OBC വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ലഭിക്കണമെങ്കിൽ NCL നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ്
ചെയ്യേണ്ടത്. അത് വില്ലേജ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ അക്ഷയ വഴിയോ ലഭിച്ചത് ഉപയോഗിക്കാവുന്നതാണ്. NCL സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 1 വർഷമാണ്. ജനറൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ലഭിക്കണമെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്. അതിൻ്റെയും കാലാവധി 1 വർഷമാണ്. അക്ഷയ വഴി EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതല്ല, അത് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇതുകൂടാതെ ഗവൺമെൻറ് കോളേജുകളിൽ പ്രത്യേകിച്ചും എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും ഫീസ് ഇളവ് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫീസ് ഇളവ് ലഭിക്കണമെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. ഈ പറഞ്ഞ ഡോക്യുമെൻസുകളെല്ലാം, അതായത് ഫോട്ടോയും സിഗ്നേച്ചറും ഒഴികെയുള്ള എല്ലാ ഡോക്യുമെൻസുകളും PDF ഫയലായിട്ടാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്. 30 KB മുതൽ 100 KB വരെയാണ് അതിൻ്റെ സൈസ് ഉണ്ടാകാൻ പാടുള്ളൂ. എന്നാൽ ഫോട്ടോയും സിഗ്നേച്ചറും JPEG ഫയൽ ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. സിഗ്നേച്ചർ 10 KB മുതൽ 30 KB വരെയാണ് ഫയൽ സൈസ്. അതേസമയം ഫോട്ടോ 15 KB മുതൽ 30 KB വരെയാകാം. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വർഷത്തെ LBS BSc നഴ്സിംഗ് മറ്റ് പാരാമെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.